ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പുതിയ മാറ്റങ്ങൾ വന്നപ്പോൾ ലൈഫിലെ സ്ട്രഗിൾ സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഇത് നിർത്തിക്കളഞ്ഞാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന എനിക്ക് ആഴ്ചയിൽ 2 വീഡിയോ പോലും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എന്നെ വിശ്വസിച്ച് ഫോളോ ചെയ്ത കുറച്ചു പേരെങ്കിലും എന്റെ കൂടെ ഇല്ലേ? എന്നിലും എന്റെ വീഡിയോസിലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരെന്നെ വിശ്വസിച്ച് ഫോളോ ചെയ്തത്. അപ്പൊ ഞാൻ അത്രയും പെട്ടെന്ന് ഒരു പേജ് നശിപ്പിച്ച് കളയുന്നത് അവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണെന്ന് എന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ കൊണ്ട് പറ്റാത്ത സാഹചര്യങ്ങളിലും 1-2 വീഡിയോസ് എങ്കിലും ആഴ്ചയിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിലെ മോണിറ്ററി ബെനിഫിറ്റ്സിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ എന്നോട് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വരണം. പൊതുവെ വീടും കുട്ടിയും ഓഫീസും മാത്രമായിട്ട് കഴിയുന്ന എനിക്ക് കൂട്ടുകാരെന്ന് പറയാനായിട്ട് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് അങ്ങനെ വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. ഈ ചെറിയ പ്രായത്തിൽ ഒരു ഫാമിലിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പലതുമായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേർക്കും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ എന്നോട് വന്ന് സംസാരിച്ചു. ആതിരേനെ ഇഷ്ടമാണ് എന്നും വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നും നല്ല കണ്ടന്റ് ആണെന്നും വീടും ചുറ്റുപാടും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞു. സത്യത്തിൽ ആദ്യം ഞാനൊന്ന് തരിച്ചുപോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പുതിയൊരു നാട്ടിൽ വന്നപ്പം എന്നോടൊരാള് ഇങ്ങനെ വന്ന് സംസാരിക്കുമെന്ന്. പൊതുവെ നമ്മളുടെ ചുറ്റുപാടിലുള്ള എന്നെ അറിയാവുന്ന കുറച്ച് പേരല്ലാണ്ട് എന്നോട് അങ്ങനെ നല്ല അഭിപ്രായങ്ങൾ വീഡിയോയെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെപ്പാടെ അങ്ങ് തരിച്ചുപോയി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. എടുത്തു ചോദിച്ചു, സത്യമായിട്ടും എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോന്ന്. എനിക്ക് DM-ലൊക്കെ ഇതുപോലെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടെങ്കിലും നേരിട്ട് വന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്, അതും പുതിയ നാട്ടിൽ വന്നപ്പോൾ. എന്ത് ചെയ്യണം എന്നറിയാണ്ടായി പോയി. പിന്നെ വന്ന് സംസാരിച്ചത് നമ്മളുടെ മലയാളം സീരിയൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ആക്ടറിന്റെ വൈഫാണ്. അതോടെ കേട്ടപ്പം എനിക്ക് ഡബിൾ സന്തോഷമായി. ഈ വീഡിയോ മാം കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ബട്ട് മാം യു ആർ ദ ഓൺലി റീസൺ ഐ വാസ് സോ ഹാപ്പി യെസ്റ്റർഡേ. താങ്ക് യു സോ മച്ച് എനിക്ക് എന്റെ വാല്യൂ മനസ്സിലാക്കി തന്നതിന്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കും, റിസൾട്ട് കിട്ടും.